കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം സിനിമ കാണാനോ അതിൻ്റെ അഭിപ്രായങ്ങൾ പറയാനോ സാധിച്ചിട്ടില്ല. അപ്പോൾ റീസെൻ്റായി OTT റിലീസായിട്ട് എത്തിയിട്ടുള്ള 2 സിനിമകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് ഒരു തമിഴ് മൂവിയാണ് ബ്ലഡി ബെഗർ. കവിൻ ലീഡ് റോൾ ചെയ്തിരിക്കുന്ന ഈ ബ്ലഡി ബെഗർ എന്ന് പറയുന്ന ഈ സിനിമയിൽ ഭയങ്കര യുണീക്കായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് സിനിമയിലുള്ളത്. പക്ഷേ അതിൻ്റെ എക്സിക്യൂഷനിൽ കംപ്ലീറ്റ് ആയി പാളിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഈ ബ്ലഡി ബെഗർ എന്നുള്ള സിനിമയിൽ കണ്ടത്. അതിൽ എക്സെപ്ഷണലായി പറയുകയാണെങ്കിൽ കവിൻ്റെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒപ്പം ജെൻ മാർട്ടിൻ്റെ മ്യൂസിക്കും കൊള്ളായിരുന്നു. ഒരു നല്ല രീതിയിലുള്ള ഡാർക്ക് ഹ്യൂമറിൽ വർക്കൗട്ട് ആകാൻ പറ്റുന്ന കുറേ ക്യാരക്ടേഴ്സ് സിനിമയിലുണ്ട്. അതിനെ ഡെവലപ്പ് ചെയ്ത് നല്ലൊരു ഡാർക്ക് ഹ്യൂമർ ജോണറിൽ നല്ലൊരു സിനിമയാക്കാമായിരുന്നു. അതിനെ തീർച്ചയായിട്ടും കണക്റ്റ് ആകാത്ത അല്ലെങ്കിൽ മിസ്കാസ്റ്റ് എന്ന് പറയുന്നത് കവിനൊഴികെ ബാക്കി എല്ലാവരുടെയും പെർഫോമൻസ് എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നി. ആൻഡ് അവരിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കുമ്പോൾ ഭയങ്കര ക്രൂവാലിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരു കുറച്ച് എന്താ പറയുക ഹ്യൂമർ ടച്ച് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഡാർക്ക് ഹ്യൂമറിൽ ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ആയിരുന്നു. പക്ഷേ അതിനെ ഡെവലപ്പ് ചെയ്യാനോ അതിന് നല്ല കാസ്റ്റിംഗ് കൊടുത്തിട്ട് സിനിമയെ പുള്ള് ചെയ്യാനോ സാധിച്ചിട്ടില്ല. പിന്നെ ഹ്യൂമർ ഒന്നും തന്നെ വർക്കായില്ല എന്നുള്ളതാണ് ഭയങ്കര പോരായ്മ. ചില ഇമോഷൻ സീൻസ് കവിൻ്റെ പെർഫോമൻസ് കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നല്ലാതെ ഈ സിനിമയിൽ എനിക്ക് പേഴ്സണലി ഒന്നും തോന്നിയില്ല. ആക്ച്വലി ഈ സിനിമ കണ്ടപ്പോൾ എനിക്കൊരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ദെൻ നമ്മൾ വളരെയധികം ഗംഭീര അഭിപ്രായങ്ങൾ ഇതിനോടകം എല്ലാവരുടെയും കേട്ട് തുടങ്ങിയ ഒരു സിനിമയാണ് ദ സബ്സ്റ്റൻസ് എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അതിൽ ഞാൻ റീസെൻ്റായി കണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ചില പ്രത്യേക പ്രശ്നങ്ങൾ കാരണം ഷെയർ ചെയ്യാൻ സാധിച്ചില്ല. ദ സബ്സ്റ്റൻസ് എന്ന് പറയുന്ന സിനിമ എനിക്ക് ഗംഭീരമായി വർക്കായ ഒരു സിനിമയാണ്. അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ജോണർ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തിങ്കിങ് ആണ് സിനിമയിലുള്ളത്. അതായത് ഒരു 50-നോടടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരു മോഡൽ അല്ലെങ്കിൽ TV ഷോയിൽ വളരെ എറോബിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് വളരെയധികം പ്രശസ്തി നേടിയ ഒരു നായിക തുടർന്ന് ആ ചാനലുകാരെ അവളെ മാറ്റാൻ തീരുമാനിക്കുകയാണ്. കാരണം അവളുടെ പ്രായമായി പഴയ പോലെ TRP കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റം അനിവാര്യമാണ് എന്ന് പറയുന്ന പോലെ അവളെ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആക്കുകയാണ്. തന്നെ അവളെ ഒരു ലാബിൽ വെച്ച് ഒരാളെ മീറ്റ് ചെയ്യുന്നുണ്ട്. ആളുടെ ഒരു നിർദ്ദേശപ്രകാരം ഒരു സബ്സ്റ്റൻസ് അവൾ എത്തിച്ചേരുകയാണ്. ആ സബ്സ്റ്റൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അകത്തുള്ള ഒരു യങ്ങർ വേർഷൻ നമുക്ക് കിട്ടും. 7 days ആ വേർഷനെ ജീവിക്കാം. അങ്ങനെ ഒരു വ്യത്യസ്തമായൊരു പ്ലോട്ടിൽ നിന്നും അതിനെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഈ സിനിമ. അതിൽ ഡെമി മൂർ ആയാലും മാർഗരറ്റ് കോളി ആയാലും ഈ രണ്ടുപേരുടെയും ഗംഭീര പ്രകടനത്തോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട അവൻ്റെ രണ്ടുപേരുടെയും ശരീരങ്ങളും ഈ സിനിമയുടെ വളരെ മികച്ച ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ന്യൂഡിറ്റി ഈ സിനിമയിലുണ്ട്. സോ അത് അപ്പോൾ കാണുമ്പോൾ ഫാമിലി ആയിട്ട് കാണുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുത്ത് കാണുക. നിറയെ അഡൾട്ട് സീൻസ് എന്ന് പറയാൻ പറ്റില്ല, ന്യൂഡിറ്റി സീൻസ് കുറേ ഉണ്ട്. കാരണം അത് ആവശ്യമാണ് ഈ കഥയ്ക്ക്. ഞാൻ പറഞ്ഞ പോലെ ഈ സബ്സ്റ്റൻസ് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ഒരു യങ്ങർ വേർഷൻ പുറത്ത് വരികയും പിന്നീട് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് മനുഷ്യനായി കഴിഞ്ഞാൽ അപ്പോഴും ആഗ്രഹം തീരില്ല. ആക്ച്വലി അവൾക്കുള്ളിൽ നിന്ന് വരുന്ന യങ്ങർ വേർഷൻ അച്ചീവ് ചെയ്യുന്ന ഒരു സംഭവം ഈ 7 ദിവസം മാത്രമേ നിൽക്കുള്ളൂ. കുറച്ചുകൂടെ നിൽക്കാൻ അവൾ ആഗ്രഹിക്കുകയും പിന്നീട് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ അവളുടെ റിയാലിറ്റിയെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമ നന്നായി പോകുന്നുണ്ട്. വളരെയധികം ഹോണ്ടിങ് ആയിട്ടുള്ള കുറേ സീനുകളും നമ്മളെ ഭയങ്കരമായിട്ട് എന്താ പറയുക മനസ്സിനെ ഉലക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനെ കുറേ സീനുകളും ബ്ലഡ് ഷോട്ടുകളൊക്കെ ഉണ്ട്. സോ അതൊക്കെ മനസ്സ് കട്ടിയായിട്ട് വെച്ച് കാണേണ്ട ഒരു സിനിമയാണ് ദ സബ്സ്റ്റൻസ്. നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കുറേ പേരൊക്കെ കണ്ടു കാണും. ഈ കാണാത്തവർക്കുള്ളതാണ് ഈ സിനിമ. കാരണം ഞാനും കാണാൻ സാധിക്കാതെ കുറച്ച് ഡിലേ ആയിപ്പോയി. അപ്പോൾ ദ സബ്സ്റ്റൻസ് എനിക്കൊരു ഗംഭീര എക്സ്പീരിയൻസ് തന്നൊരു സിനിമയാണ്. വളരെ മികച്ചൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി. അതിൻ്റെ എക്സിക്യൂഷൻ ആയാലും എല്ലാം കൊണ്ടും കുറച്ചൊരു ഹോണ്ടിങ് ആണെങ്കിൽ പോലും അപ്സെറ്റ് ചെയ്യുന്ന കുറേ സീനുകൾ ഉണ്ടെങ്കിൽ പോലും ഒരു മികച്ചൊരു സിനിമയായിട്ടാണ് ദ സബ്സ്റ്റൻസ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ 2 സിനിമകൾ നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ല സിനിമകൾ ഒന്ന് കാണാൻ സാധിക്കട്ടെ.